ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഫേസ് പാക്കാണ്. ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തോലാണ്. അപ്പം നിങ്ങൾ ഓറഞ്ച് എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല ഓറഞ്ച് എടുക്കുക. തോലെടുക്കണതിന് മുന്നേ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതൊരിക്കലും മറക്കല്ല്. അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തോലൊന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അത്രയും തോൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് നമുക്ക് ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ ഇതിനൊരു കേടും ഉണ്ടാവില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഉണങ്ങുമ്പോഴത്തേനും ഇതിൻ്റെ അളവ് വളരെ കുറയും. അപ്പോൾ ഇത് നമുക്ക് തോലൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ചെറിയ കത്രികയോ കത്തിയോ എങ്ങാണ്ടോ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ എല്ലാ തോലും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം. നമ്മൾ വറ്റലൊക്കെ ആക്കി എടുക്കത്തില്ലേ, അതേപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ 2 ദിവസം വെയിൽ കൊള്ളുമ്പോഴേക്കും നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഉണക്കിയെടുത്ത ഓറഞ്ചാണിത്. ഇതിൻ്റെ തോലിങ്ങനെ ഇടുമ്പോൾ തന്നെ കേട്ടോ നല്ല കിളികളാന്നുള്ള ശബ്ദം കേട്ടില്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പൊടിക്കണ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പൊടിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ തരിതരിപ്പ് പോലെ ഉണ്ടാവും. അത്രയും നന്നായിട്ട് നമുക്കത് പൊടിച്ച് കിട്ടത്തുള്ളൂ. ഇനി ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം 1 ടീസ്പൂൺ നമ്മൾ പൊടിച്ച ഓറഞ്ചിൻ്റെ തോലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാലാണ്. അപ്പം 1 ടേബിൾ സ്പൂണാണ് കേട്ടോ പാലെടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് അളവായിരിക്കും. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടുണ്ട്. ഇത് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഈ പൊടി ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. 1 വർഷം വരയ്ക്കും ഇത് സൂക്ഷിച്ച് വയ്ക്കും. അതിനൊരു കേടുണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇതുപോലെ ചാലിച്ചെടുത്താൽ മതി. ഇപ്പം എനിക്ക് ആവശ്യത്തിനായിട്ട് 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണും 1/2 ടീസ്പൂൺ കോഫി പൗഡറും 2 ടേബിൾ സ്പൂൺ പാൽ ഈ അളവിൽ ചേർക്കാം. ഇനി ഇത് മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് മര്യാദയ്ക്ക് ഇത് ഇങ്ങനെ മുഖത്തിടാൻ പറ്റണില്ല. നിങ്ങൾ എന്ത് പാക്ക് ഇടുകയാണെങ്കിലും അത് നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല കഴുത്തിലും ചെവിയിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ കണ്ണിന് താഴെയൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തന്നെ നിങ്ങൾ ഒന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ടത് കുറഞ്ഞു കിട്ടും. ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ, കയ്യിലോ കാലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് ഉണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് കാലിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, നല്ലൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ കഴുകി കളയണം കേട്ടോ. വല്ലാണ്ട് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എന്നാൽ ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഫ്രഷ്നെസ്സും അതേപോലെ നല്ലൊരു ഗ്ലോയും നമുക്ക് കിട്ടും. നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഓയിലി ആണെന്നുണ്ടെങ്കിൽ അതിനും നല്ലതാണ് കേട്ടോ ഈ പാക്കിങ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ല്. വീഡിയോ ഇഷ്ടമായാൽ പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.